ചാലഞ്ച് ഇങ്ങനെ കേട്ടോ, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് താഴെ വരണം. അപ്പൊ ആദ്യം ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് നമ്മളെ കൈ വെച്ച് ഇങ്ങനെ മുട്ട് തള്ളി പൊക്കണം. കണ്ടാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകണ്ടെന്ന്. ഒരാഴ്ചയായി, സാറിന് എല്ലാം ഒരാഴ്ചയിൽ എടുത്തോണ്ടിരുന്നു. ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് 2 ആഴ്ച എടുപ്പിക്കാം. ഏകദേശം 1000 രൂപയാണ് ഇതിന് എടുക്കാൻ. അപ്പോൾ എടുക്കണ്ടെന്നുള്ള ചിന്തയില്ല. കുറച്ച് ബട്ടറും മേടിക്കണം, ബട്ടറും മേടിച്ചിട്ട് വരണം. പിന്നെ ഈ മുടിയില്ലേ, ഈ മുടി ഇന്ന് സെറ്റ് ആവും. ഇന്ന് എൻ്റെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. എപ്പോൾ വരും അറിയത്തില്ല, വരും വൈകുന്നേരം. ഇപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് മാറ്റമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രൊഡക്റ്റ് തേക്കുന്നതാണ് തേക്കാതിരിക്കുന്നതിനെക്കാളും നല്ലത്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ വെള്ളം കൊള്ളായിരിക്കണം. കണ്ടൻസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലംസ്? പ്രോബ്ലം ഉണ്ടല്ലേ? കണ്ടന്റ് പെട്ടെന്ന് നല്ലടാ ചന്തി കാണിക്കാൻ വേണ്ടി എന്നെ തുളത്ത് കയറിയിരിക്കുന്നത് എപ്പോഴും. അതിന്റെ മൂക്കിന്റെ അവിടെ കൊണ്ട് വെക്കാറാ. എൻ്റെ പ്രൊഡക്റ്റ് വന്നെന്ന് തോന്നുന്നു. എൻ്റെ പ്രൊഡക്റ്റ് എത്തി. അപ്പം ഗൈസ്, പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് നിങ്ങൾ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഇതിനകത്ത് ഞാൻ മാസ്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി രണ്ടും പുതിയതാ. അപ്പം എന്തായാലും ഞാൻ അമ്മ പറഞ്ഞ തക്കാളിയാ, സവാളയാ, വെളുത്തുള്ളിയാ എന്തൊക്കെ മേടിക്കാണ്ട് അത് മേടിച്ചിട്ട് ഞാൻ വരാം. അതിനായിട്ട് പിന്നെ കാണിച്ചിട്ട് എന്താണെന്ന്. ഗൈസ്, ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് ഹെയർ പ്രൊഡക്റ്റ് കുളിച്ച് നോക്കാം. സബ്സ്ക്രൈബർ വരുന്നത് എന്നെ മേടിച്ച് ഞാൻ കണ്ടു. എനിക്ക് ഇത്ര പെട്ടെന്ന് കുളിക്കാൻ കയറാൻ വലിയ താല്പര്യമൊന്നും വരാറില്ല, പക്ഷേ എനിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലോ ഇതൊക്കെ പ്രൊഡക്റ്റ് ഒന്ന്. അപ്പോൾ ഗൈസ്, ഈ 3 പ്രൊഡക്റ്റാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ വില. 1200 എങ്ങാണ്ടാണ് ഈ മുടിയുടെ എണ്ണയ്ക്ക്. ദൈവമേ, കുപ്പിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഷാംപൂ, ഇത് മാസ്ക്, പിന്നെ ഇത് ഹെയർ ഓയിൽ. 3 ലോറിയലിൻ്റെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി നിങ്ങളെന്നെ കാണുമ്പം ഞാൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാണ്. മുടി എങ്ങനെയുണ്ട്? മുടി നേരത്തെ കൈ പോലും കയറുന്നില്ലായിരുന്നല്ലോ, ഇപ്പതേ നേരത്തെക്കാട്ടിലും കൂടുതൽ സോഫ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ മുടി എടാ കണ്ടാ വിട്ടാറാ. എൻ്റെ മുടി ഇപ്പൊ ലുബിലോട്ട് കിടക്കുന്നത്. എൻ്റെ സൈഡിലത്തെ മുടിയൊക്കെ ചെവി ഇടിക്കുന്നു. വ്യത്യാസമുണ്ട്. ഇത് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ആ ക്യാമറയ്ക്ക് അതിൻ്റെ കണ്ടോ, ആ ക്യാമറയിൽ, ഈ ക്യാമറയിൽ, പിന്നെ കുറേയേറെ ക്യാമറയിൽ. അപ്പോൾ എന്താ ഞാൻ ലൈവ് സ്ട്രീം ചെയ്യാൻ പോവാണ്. ലൈവ് സ്ട്രീം ചെയ്യാൻ പോകണമെന്ന് പ്രതീക്ഷ എന്തായാലും നോക്കട്ടെ. എപ്പോഴെങ്കിലും ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏത് ഗെയിം ചെയ്യുമെന്ന്. എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല. ലൈവ് സ്ട്രീം ചെയ്തിട്ട് കടക്കട്ടാ. സ്ട്രീം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല. നേരത്തെയൊക്കെ പെട്ടെന്ന് ഞാൻ സ്ട്രീം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒന്നും എന്താ അറിയത്തില്ല മോനെ. ആ സ്ട്രീം ചെയ്യുന്ന പറഞ്ഞ് കുത്തിയിരിക്കുവാനായിട്ട് നടന്നിട്ടില്ല ഇവരായിട്ട്. കുറച്ച് ഞാൻ ബട്ടർ കൊണ്ടുവരുന്നുണ്ട് കഴിക്കാൻ വേണ്ടി, ചെറിയൊരു ബട്ടർ. ഈ ഡയറ്റിനകത്ത് ബട്ടറിൻ്റെ ആവശ്യമുള്ളതാണ്, ഫാറ്റിൻ്റെ ആവശ്യമുണ്ട്. ഫാറ്റ് സത്യം പറഞ്ഞാൽ നല്ല, എൻ്റെ ഡയറ്റിന് ഫാറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇത്രയും ഫാറ്റ് വേണമെന്നൊരു ഡൗട്ടാണ്. എന്തായാലും കഴിച്ചിട്ട് നോക്കാം. നിങ്ങളാരും ഇത് ബട്ടറൊന്നും കഴിക്കരുത് കേട്ടാ, ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതിപ്പോൾ എൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റ് ആയതുകൊണ്ട് കുറച്ച് എക്സ്ട്രീമായിട്ട് ബട്ടർ കഴിച്ചാലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ. നിങ്ങൾ കോപ്പി ചെയ്യരുത്, ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ സ്ട്രീം ചെയ്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഗെയിം ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവരെ നല്ല ഗെയിം ഉണ്ടാകാൻ നോക്കണം. ഇന്ന് രാത്രി ഒരു ഹൊറർ ഗെയിം കളിക്കാൻ പ്ലാനുണ്ട് എനിക്ക്. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാം ഗൈസ്, ഞാൻ ലേസി ആയിട്ട് കാര്യമില്ല. ഓൾറെഡി ഇപ്പോൾ ഒരു ദിവസം വൈകിട്ടാണ് ഞാൻ വ്ളോഗൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്ളോഗും കൂടി ഇട്ടേക്കാം. അപ്പം എല്ലാ വ്ളോഗും പിന്നെ സമയത്തായിക്കോളും. അപ്പോൾ ഇന്ന് 2 വ്ളോഗ് വരും. ഓൾറെഡി ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, ഒരെണ്ണം കൂടി ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ കയറ്റും ഞാൻ. അപ്പോൾ അത് ചെയ്യട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ത് പറ്റിയമ്മ തളർന്നിരിക്കുന്നത്? എവിടെ പോയിരിക്കുമായിരുന്നു? വീട്ടിലില്ലായിരുന്നല്ലോ. മരിപ്പിന്റെ വീട്ടിൽ എല്ലാം പോയാ. വേറൊരു കാര്യം കാണിച്ചു തരണം എനിക്ക്. അടുത്തൊരു ചാലഞ്ചിന് വേണ്ടിയുള്ള ഒരു ഫിസിക്കൽ ടാസ്കാ. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം അമ്മനെ കാണിച്ചു തരാം. അത് എനിക്ക് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ പറ്റുന്നില്ല. അത് അമ്മനെ കാണിച്ചു തരാം. അത് ഞാൻ 1-2 ദിവസം, ഒരു 2 ആഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ആയി കഴിയുമ്പോൾ, അല്ല എന്നെനിക്കാവും, 2 ആഴ്ച കൊണ്ടാവുന്ന എനിക്ക് അറിയത്തില്ല, എന്നെനിക്കാവും. ആയി കഴിഞ്ഞിട്ട് നമുക്ക് അത് ചാലഞ്ചായിട്ട് ഒരു ഷോട്ട് ചെയ്യാം. കാണിച്ചു തരാം. എനിക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ടഫ് എന്ന് വെച്ചാൽ കുറച്ച് ടഫാണ്. അറിയില്ല. തുണിയുടെയാ? തുണി അവര് തന്നിട്ട് 2000 തന്നു. 2650 രൂപ. അമ്മയല്ലേ പറഞ്ഞ 2000 മേടിക്കാൻ.
ഇല്ലെന്ന് പറഞ്ഞ അതുകൊണ്ടപ്പോ 2000 മേടിച്ചുള്ള. അയ്യോ പിന്നെന്താ ഇങ്ങനെ ബിസിനസ് നടത്തിയൊന്നും ലാഭം ഉണ്ടാകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ആൾക്കാർ വെറുതെ പൈസ മേടിക്കുന്നുണ്ട്. അമ്മ കട നടത്തുമല്ലേ, അമ്മ അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അതെ അങ്ങനെയൊക്കെ പറഞ്ഞ വല്ല കട പൂട്ടി വീട്ടിലിരിക്കുന്നതല്ലേ. അങ്ങനൊന്നും വേണ്ട, അത്ര ഒന്നും വളച്ച് പോകണ്ട. ഇപ്പൊ ഞാൻ കാണിക്കട്ടെ എങ്ങനെയാണോ. അതുങ്ങളുടെ അക്കറാണെന്ന് അതുങ്ങളുടെ അത്ര ഉള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, കട അങ്ങനെ നടത്താൻ പറ്റത്തില്ല. ശരി ഞാൻ കാണിച്ചു തരട്ടെ. അത് ചാലഞ്ച് ഇങ്ങനെ കേട്ടോ, ഏറ്റവും നിങ്ങൾക്ക് താഴെ വരണം. ഇങ്ങനെ മുട്ടി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കണം. താഴത്തോട്ട് എന്റെ കൈ ഇവിടെ വെക്കണം. അപ്പൊ ആദ്യം ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമ്മളെ കൈ വെച്ച് ഇങ്ങനെ മുട്ട് തള്ളി പൊക്കണം. ഫസ്റ്റ് ഇത് കാണിച്ചോ. ഫസ്റ്റ് ഇത് പറ്റുന്നില്ല, സെക്കൻഡ് പറ്റുന്നില്ല. ഇപ്പൊ ഇതിനൊടുക്കാൻ സ്ട്രെങ്ത് വേണം. ഇയാൾക്ക് വെയിറ്റ് ആണ് ഇറങ്ങിയത്, വെയിറ്റ് കുറഞ്ഞവര് ചെയ്യുന്നതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഓ എന്റെ മോനെ എന്തിനാടാ കുട്ടാ, എന്തിനാടാ ഈ വിദ്യകൾക്ക്. ഇതിങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ആദ്യത്തെ വീഴണം. കുറച്ചുകൂടി സോഫ്റ്റ് ആയ സ്ഥലം വേണം. യോഗ ചെയ്യുന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ. ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇയാള് കുറച്ചുകൂടി അതിന് എക്സർസൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കണ്ടൻസ് പ്രാക്ടീസ് ഉണ്ട്. കണ്ടൻസിന് സംസാരിക്കാൻ പോലും വേല. അവൻ അല്ലാതെ എങ്ങനെ വീഡിയോയ്ക്ക് അകത്ത് നിൽക്കാം, അവന്റെ ശൈലിയായിരിക്കും. ഒന്നുകൂടെ കാണി. ഇയാള് പോരത്തില്ല, ഇയാളിത് പഠിച്ചെടുക്കാനും പറ്റത്തില്ല. ഇയാൾക്ക് അത് നടക്കില്ല. എന്താണപ്പാ ഇത്? ഓ പല വീണ് കയ്യും കാലും ഓടിയാൻ വല്ല പ്ലാനും ഉണ്ടാടാ. ഇത് ഇവിടെ ചവിട്ടാതെ ചെയ്യണം. അങ്ങനെ ഈ വീഡിയോ നമുക്ക് വേണ്ടടാ, വേറെ വീഡിയോ എടുക്കടാ. അതിനൊക്കെ ഒന്നാമത്തെ വെയിറ്റ് അല്ലേടാ. അപ്പം ചെയ്ത് ഇത് കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞാൽ ചെയ്യാൻ പറ്റും. ബോഡിയിൽ വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വീഡിയോ ഇറക്കിയാൽ കാണാൻ രസമായിരിക്കും. ഇപ്പൊ 1 മണിയായി പാതിരാത്രി. ഞാൻ നേരത്തെ ഒരു ലൈവ് സ്ട്രീം ചെയ്ത് നിർത്തേ ഉള്ളൂ. ഒരു ഹൊറർ ഗെയിമാണ് ലൈവ് സ്ട്രീം ചെയ്തത്. ഹൊറർ ഗെയിം ആദ്യത്തെ കാര്യം ചില ഗെയിംസിനകത്ത് എനിക്ക് കളിക്കാനകത്ത് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ അത് ഈ ഗെയിമിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ പേടിയും വന്ന് ഹൊറർ ഗെയിം ആയതുകൊണ്ട് രണ്ടും കൂടി പിന്നെ ഏകദേശം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തീരുമാനമായി. പിന്നെ എനിക്ക് ഒടുക്കത്തെ വിശക്കുന്നുണ്ടായിരുന്നു. മുട്ടയ്ക്കൊക്കെ സീനായതുകൊണ്ട് വീട്ടിൽ മുട്ടയില്ലെന്ന്. മുട്ട ഞാൻ മേടിച്ചായിരുന്നു അടുത്തുനിന്ന് നേരത്തെ കുറച്ച് മുമ്പ് മേടിച്ചത്. പക്ഷേ ചില മുട്ടയ്ക്ക് കൊള്ളത്തില്ല. കേടാണോ കൊള്ളായ്മയാണോ ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം മുട്ട ഞാനിപ്പം അതുകൊണ്ടിപ്പം മുട്ട ഞാൻ മേടിക്കുന്നില്ല. ആയിട്ട് വീട്ടിൽ ഇറച്ചി ഇരിപ്പുണ്ട്. ഇറച്ചി ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് 2-3 പീസ് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിച്ച് 1 മണിക്കൂർ മുമ്പേ. അത് കഴിച്ചപ്പം എനിക്ക് ഓക്കെ, കുഴപ്പമില്ല, നല്ലതായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പിന്നെ വിശക്കുന്നു. അച്ഛനും അമ്മ എല്ലാവരും ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ പിന്നെയും പോയി അടുക്കളയിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ആയിരിക്കുന്ന കേക്ക്. ചില ദിവസങ്ങളിൽ ഞാൻ ഈ സീറ്റിൽ നിന്ന് മാറത്തേ ഇല്ല, ഇവിടെ തന്നെ ജീവിതം. ഞാൻ ട്രൂ ടു ലൈഫാണ് പോലെ. ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങിയ പോലും, അതുകൊണ്ടാണ് ഫുൾ വീഡിയോ ഇന്ന് ഈ റൂമിൽ തന്നെ ആയിരുന്നു. ചില യൂട്യൂബേഴ്സൊക്കെ വേണമെങ്കിൽ അവരുടെയൊക്കെ ഇറങ്ങാൻ പോകും, ഞാൻ പോയില്ല എന്ന്. ഒന്നും എന്നെ കണ്ടില്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് ജപ്പാനിൽ പോകണം കേട്ടോ. ജപ്പാനിൽ പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ഇറങ്ങാൻ പോകണം. നമുക്ക് നിങ്ങളെൻ്റെ വ്ളോഗ് കാണും, നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, അതിനുള്ള ബഡ്ജറ്റിൻ്റെ ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 സബ്സ്ക്രൈബർ ചില വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുപോയിരിക്കും. എൻ്റെ കാര്യമില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ കൊണ്ടുപോകും. ബഡ്ജറ്റ് വരട്ടെ. നമുക്കൊരു മനാലി ട്രിപ്പ്, നമുക്കൊരു ജമ്മു കാശ്മീർ ട്രിപ്പ്, നമുക്കൊരു 7 സിസ്റ്റേഴ്സിൻ്റെ ട്രിപ്പ്, ജപ്പാൻ എന്തായാലും പോകണം. ആര് പോലും ഞാൻ പോകും. അതിനുവേണ്ടി ഞാൻ സെറ്റിലാകട്ടെ മോനെ, സെറ്റിലാകട്ടെ. ഞാൻ ഈ ക്രീം ഇട്ടില്ല ഇന്ന്. ഇത് കൊള്ളാൻ കേട്ടാ. സാറിന് ഇത്രയും സോഫ്റ്റ് അല്ല, പക്ഷെ ഞാനിപ്പം എനിക്ക് ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി നനഞ്ഞൊരു ലുക്കാണ് ഇഷ്ടം. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനാണ് ചെറുതായിട്ടൊന്ന് നനച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, നല്ലതാണ്. എൻ്റെ മറ്റേ നേരത്തെ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത്. വെള്ളം കൂടി നല്ലതായി കഴിഞ്ഞാൽ വെള്ളവും ഈ 3 എണ്ണം കൂടി ഇറച്ചി ഞാൻ വരത്തില്ല. പക്ഷേ ഫ്രിഡ്ജിലേക്ക് 4 മുട്ട കിട്ടി. അപ്പോൾ ആവശ്യത്തിലും അധികവും ബട്ടറിനകത്തിട്ട് ഞാൻ പൊരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാലോ, കണ്ടിട്ട് കുഴപ്പമില്ല. ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം. I hope you guys are wonderful episode. I'll see you guys next time. Till then, take care. Peace.